ഇവിടെ നമ്മളിപ്പോൾ സമീപകാലത്ത് 2 പാലാണ് ഇത്രയും ശ്രദ്ധിക്കപ്പെട്ടത്. ഒന്ന്, വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായ സമയത്ത് ഇന്ത്യൻ ആർമിയിലെ ആളുകൾ വന്നിട്ട്, പ്രൊഡക്ഷൻ ഫോഴ്സും ബാക്കിയുള്ളവരൊക്കെ കൂടി വന്നിട്ട് അന്ന് ബെയിലിപ്പാലം നിർമ്മിച്ചു. ഈ ബെയിലിപ്പാലം ഇപ്പോൾ ഒരു കൗതുക വസ്തുവായിട്ട് മാറി. നമ്മളൊരു അത്ഭുത സംഭവമായിരുന്നത്. ഒരു ബെയിലി എന്ന് പറഞ്ഞ സാഹിബിൻ്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണത്. അത് വന്ന് നിർമ്മിച്ചു. അപ്പോൾ ബെയിലിപ്പാലം കാണും വലിയ പാലമായിട്ട് അവൻ്റെ മൂക്കിൻ്റെ പാലം മാറിയിരിക്കുകയാണ്. അതൊരു ഫാബ്രിക്കേറ്റഡ് സാധനമാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരാളെ ഒരു ഐക്കോണിക് ഫിഗറാക്കി മാറ്റുകയും അയാളുടെ കീഴിൽ ദേശീയ നേതാക്കന്മാർ വരെ അണിനിരക്കുകയും ഓൻ ജനിക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാർ മുഴുവൻ ഓൻ്റെ മുമ്പിൽ ഓച്ചാനും ചിക്കുകയും ഒക്കെ ചെയ്യുക. അവിടെ ആലോചിച്ചു, അടൂർ പ്രകാശിന് സ്റ്റാൻഡില്ല, അതിൽ കെ സി വേണുഗോപാലിന് സ്റ്റാൻഡില്ല, പിന്നെങ്കിലും കുറച്ചൊരു സ്റ്റാൻഡിൽ നിന്നിട്ടുള്ളത് സതീശനാ. ചെറുപ്പക്കാരായിട്ടുള്ള കുറേ ആളുകൾക്ക് പ്രതിഷേധമുണ്ട് ഇതിൽ. കോൺഗ്രസിലെ ലീഡർഷിപ്പിലും പ്രതിഷേധമുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഈ മുതിർന്ന നേതാക്കന്മാർ ഈ AICC കുണാണ്ടറും ഈ പിന്നെ UDF കൺവീനറും ഒക്കെ വിവരം കെട്ട വർത്താനം പറഞ്ഞുകൊണ്ടിട്ട് ഇവന് വേണ്ട. പിന്നെ ഇവൻ ജനിക്കുന്നതിന് മുമ്പ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ അവർ ഇവൻ്റെ നേതൃത്വത്തെ അംഗീകരിച്ച് അവൻ്റെ ഫാനായിട്ട് മാറുന്നൊരു കാഴ്ചയിലേക്ക് പോയി.